Hello, good afternoon. Good afternoon, ma'am. Good afternoon. കുറെ ദിവസമായല്ലോ കണ്ടിട്ട് നിങ്ങളെ അല്ലേ? അതെ, മാം ഇപ്പൊ ക്ലാസ് എടുക്കാൻ എങ്ങനെ കയറുന്നില്ല. മാം ഇപ്പൊ ക്ലാസ് എടുക്കാൻ എങ്ങനെ കയറുന്നില്ല. മാം ക്ലാസ് എടുക്കാൻ എങ്ങനെ കയറുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ കാണുന്നില്ല. ക്ലാസ് ഉണ്ട്, മാം കാണുന്നില്ല. ഞാനാണ് കയറാനി അല്ലേ? ഞാൻ എന്താ ട്യൂസ്ഡേ എന്താ പറയുക, രമ്യ മിസ് വാങ്ങിച്ചു. മിസ്സിന് കുറച്ച് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാനുള്ളൂ. അപ്പൊ മിസ്സിന് ഇച്ചിരി പോർഷൻസ് പെൻഡിങ് ആകുന്നത് പോലെ തോന്നുന്ന ഒരു ഫീലിംഗ്. അപ്പൊ അതുകൊണ്ട് മിസ് ഒരു ക്ലാസ് എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു. ഒരു ക്ലാസ്സിൽ നമ്മൾ കാണാതിരുന്നുള്ളൂ, പക്ഷെ എനിക്ക് കുറെ ദിവസമായിട്ട് HR ബൈച്ചിൽ കയറാത്ത പോലെ എനിക്കൊരു ഫീലിംഗ്. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തില്ല അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല? ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായും. ആണോ? ഓക്കെ. ഇവിടെ ഈ പ്രസന്റേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യം ചോദിച്ചത്. പ്രസന്റ് ചെയ്യുന്നതിൽ ചെറിയ ഡിലേ വരുന്നത്. കേസ് നമ്മൾ എവിടെ വരെ എടുത്തു? നമ്മൾക്ക് പറഞ്ഞു വരുമ്പോഴേക്കും സാധനം ഓപ്പൺ ആവുമായിരിക്കും. പ്രസന്റേഷന് ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ. സിസ്റ്റം പ്രതികരിക്കുന്നില്ല, നമ്മള് എന്താ പറയാ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ, എംപ്ലോയി ഡിസിപ്ലിൻ അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? ആണോന്ന് പറ. യെസ്, എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങിയത്. അതിനെ കുറച്ചൊക്കെ പറഞ്ഞു നമ്മള്. എംപ്ലോയി ഡിസിപ്ലിൻ, യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ. സോ മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് എ സ്പെഷ്യൽ കൺസിഡറേഷൻ ഇൻ ഡിസിപ്ലിനിങ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടും എന്താ പറയാ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അതിന് പ്രത്യേകം എന്താ പറയാ കാര്യങ്ങള് കൺസിഡർ ചെയ്യണം. മാനേജ്മെന്റ് കാര്യങ്ങൾ, അതായത് അവരുടെ ഡിസിപ്ലിൻ പോളിസീസ് കൃത്യമായി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എല്ലാ ഇച്ച് ആൻഡ് എവറി എന്താ പറയാ എംപ്ലോയീസും കുഴപ്പാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ? അവരവരുടേതായ രീതിയിൽ എന്താ പറയാ ചെയ്യുന്ന ജോലിയോടായാണെങ്കിലും പങ്ക്ച്വാലിറ്റിയുടെ കാര്യമാണെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാത്തിലും ചില ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷൻ, വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. ഉൽപാദനക്ഷമത എന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസും വെൽ ഡിസിപ്ലിൻഡ് ആണ്, അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിന് എന്താ പറയാ നല്ല രീതിയിൽ ഉൽപാദനക്ഷമത പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇൻക്രീസസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അതോടൊപ്പം തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ലാഭക്ഷമതയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എംപ്ലോയി ഡിസിപ്ലിന്. ഓക്കെ, സോ എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അതായത് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഹൗ ടു ബിഹേവ്, how to follow the rules and regulations. ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഓരോ എംപ്ലോയീസും ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, അത് ഏത് പർട്ടിക്കുലർ മാനറിലാണ്, ഏതെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അത് ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ ആണ് ഒരു ബിസിനസ്സിലെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ദാറ്റ് മീൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളിൽ ഒതുങ്ങി നിന്നിട്ടാണ്, അല്ലാതെ ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല. എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷന്റെ താല്പര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ they have to follow some rules and regulations in a systematic manner. ഒരു പ്രത്യേക രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുക എന്നതാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡിസിപ്ലിനെ കുറിച്ചിട്ട് നമുക്ക് ഇത്ര പേര് പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ വെരി ഏർലി സ്റ്റേജ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങി നമ്മൾ പല കാര്യങ്ങളും ഡിസിപ്ലിൻസ് പഠിക്കുന്നതാണ് അല്ലെ? നമ്മൾ ചെറിയ കുട്ടികളാവുന്നു, എന്താ പറയാ ഒന്ന് ചെറുതിൽ നിന്ന് നമ്മൾ വലുതായി വരുമ്പോഴേക്കും നമ്മുടെ വീടിനകത്ത് നമ്മുടെ പാരന്റ്സിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അടുത്തും ചിട്ടയൊക്കെ പഠിക്കും, അച്ചടക്കമൊക്കെ പഠിക്കും അല്ലെ? കാരണം ആദ്യമൊക്കെ കുഞ്ഞു നാളിലൊക്കെ നമ്മൾ എന്ത് പുസ്തകമായിട്ട് കാണിച്ചാലും അതൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കും, കണ്ണു നിൽക്കുന്നവർ ചിരിക്കും അല്ലെ? അതിന് നമ്മള് കുറ്റമൊന്നും അവർ കാണില്ല. പക്ഷെ
നമ്മൾ when we are growing by one by year അല്ലെ, ഓരോ വർഷം അനുസരിച്ച് വലുതായി വരുമ്പോ പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കുരുത്തക്കേടുകളൊക്കെ പതുക്കെ ഇല്ലാതാക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മളെ ഡിസിപ്ലിൻ ആക്കാനായിട്ട് അവർ ശ്രമിക്കും. കാരണം അവരുടെ ഒപ്പം വലിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പെരുമാറിയാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ അങ്ങനെ പലതും ശീലിപ്പിക്കും അല്ലെ, ഡിസിപ്ലിൻഡ് ആകാനായിട്ട്. So from the home itself we are learning the എന്താ പറയാ lessons of discipline. ഡിസിപ്ലിന്റെ പാഠങ്ങളൊക്കെ നമ്മൾ ചെറുതിലേ തുടങ്ങി പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോ അതിനുശേഷം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ ഓക്കെ, അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻ കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും കീപ്പ് ചെയ്താ പോകുന്നത്. Likewise, അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനും the employees have to follow some rules and regulations in a systematic manner in the interest of the organization. Okay. And ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ they have to keep in mind the terms and conditions of the organization. ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, രീതികൾ എങ്ങനെയൊക്കെയാണ്, അതിനെ മനസ്സിൽ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇൻക്രീസസ്. ഇത് കൂടുതൽ നല്ല നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസ് ബിസിനസ് ഓർഗനൈസേഷനിൽ അതുകൊണ്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, എംപ്ലോയീസ് ക്യാൻ ഫേസ് ദ കോമ്പറ്റീഷൻസ്. ഏത് തരത്തിലുള്ള മത്സരങ്ങൾ തങ്ങൾക്കെതിരെ വന്നാലും വളരെ ചങ്കൂരത്തോടെ അതിനെ നേരിടാൻ പറ്റും. ഇഫ് വി ആർ ഡിസിപ്ലിൻഡ്, നമ്മൾ വളരെ അച്ചടക്കത്തോടെ മര്യാദയോടെ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്താണ് നമ്മൾ ജോലി ചെയ്തു പോകുന്നതെങ്കിൽ നമുക്ക് whom have to be afraid? ആരെ പേടിക്കണം, എന്തിനെ പേടിക്കണം, അതൊന്നുമില്ല. നമുക്ക് എന്ത് കോമ്പറ്റീഷൻസ് നമുക്കെതിരെ വരുന്ന എന്ത് ചാലഞ്ചസിനെ നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ. അതേസമയം ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്ന എംപ്ലോയീസിന് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, പരാജയപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒരു ഗുണമുണ്ട് നമ്മുടെ എംപ്ലോയി ഡിസിപ്ലിന്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ ഹയർ പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെ, ഓർഗനൈസേഷന് വലിയ വളർച്ച ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആണ് ടു വർക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി വളരെ നല്ല രീതിയിൽ ഇനീഷ്യേഷൻ ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്ന രീതിയിൽ ഒക്കെ നമുക്കത് എന്താ പറയാ ലഭിക്കാനായിട്ട് അത്രയും നല്ല രീതിയിൽ നമ്മളെ ഡിസിപ്ലിൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ 2 സ്മോൾ ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, പറഞ്ഞില്ലേ 2 ഡെഫിനിഷൻ? ഇതിന്റെ ഓപ്പൺ ആവട്ടോ നോക്കട്ടെ. പറഞ്ഞില്ലല്ലോ. ബുക്ക് സ്ക്രീൻ കാണാനില്ലല്ലോ? കാണണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ആൻഡ് 2 ഡെഫിനിഷൻസും നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഡെയിൽ എസ് ബീച്ച്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തതാണോ? ഡെയിൽ എസ് ബീച്ച് എന്താണ് പറഞ്ഞത്? ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ, പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ പെരുമാറ്റത്തെയൊക്കെ എന്താ പറയാ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ. നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ ഡിസിപ്ലിൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നുവെച്ചാൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുള്ളൂ. ഒരു ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ആ രീതിയിലേ പെരുമാറുള്ളൂ അല്ലെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ വളരെ വളരെ കറക്റ്റ് ആണ്. ഒരു ഡിസിപ്ലിൻ ഒരാളുടെ, ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന്റെ ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന്, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസിപ്ലിന് എന്താ പറയാ 2 പ്രതിഫലങ്ങളുണ്ട്. ഒന്ന് മേ ബി എ റിവാർഡ്, മറ്റൊന്ന് മേ ബി എ പണിഷ്മെന്റ് ഓർ പെനാലിറ്റി. മനസ്സിലായോ? ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായ റിവാർഡുകൾ, അതിൻ്റെതായ എന്താ പറയാ പ്രതിഫലങ്ങൾ അല്ലെ കിട്ടും.
അത് ഇൻ ദ ഫോം ഓഫ് മണിയാകാം, പണരൂപത്തിലല്ലാതെയും പല റിവാർഡുകളും ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. അതേസമയം ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും ആൾക്ക് കിട്ടുക. മേബി ഇൻ ദ ഫോം ഓഫ് പണിഷ്മെന്റ് ഓർ പെനാൽറ്റി, പിഴയോ അല്ലെങ്കിൽ പണിഷ്മെന്റോ എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. അപ്പൊ ഇത് രണ്ടും നടത്താൻ ഉള്ള കഴിവ് എന്തിനുണ്ട്? നമ്മുടെ ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഡെയിലി സ്പീച്ച് പറയുന്നത് ഡെഫിനിഷൻ വളരെ ആപ്റ്റ് ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ വീണ്ടും മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ ഈസ് എ പ്രൊസീജിയർ ദാറ്റ് കറക്ട്സ് ഓർ പണിഷസ് എ സബോർഡിനേറ്റ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതൊരു പ്രൊസീജിയർ ആണ്, ഒരു പ്രക്രിയയാണ്. എന്താണ് പ്രക്രിയ? വിച്ച് കറക്ട്സ് ഓർ പണിഷസ്. എന്താ പറയുക, ഡിസിപ്ലിൻ നമ്മളെ തിരുത്തുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ശിക്ഷ നൽകുന്നു. എന്തിന്? നമ്മുടെ സബോർഡിനേറ്റ്സ് എനി റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ് ആർ വയലേറ്റഡ്. അതായത് ഏതെങ്കിലും എംപ്ലോയീസ് അവരുടെ ഓർഗനൈസേഷനിലെ റൂൾസോ റെഗുലേഷൻസോ ഒക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പണിഷ്മെന്റ് അല്ലെങ്കിൽ അവരെ തിരുത്തുന്നത്, ഇതിനെയൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ഇഫ് ദേ ആർ വയലേറ്റിംഗ് എനി പെർട്ടിക്കുലർ ലോ, ഓർഗനൈസേഷനെ ഏതെങ്കിലും നിയമം തെറ്റിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ നിയമം തെറ്റിക്കുമ്പോൾ അതിനനുസരിച്ച് അവരെ കറക്റ്റ് ചെയ്യും. ചിലപ്പോൾ കറക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ഇങ്ങനെയാ, ഇതിനെ അഗേൻസ്റ്റ് ആണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ തെറ്റാണെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുള്ളൂ. ഒരു ചെറിയ തെറ്റ് ചെയ്തു, ആദ്യത്തെ പ്രാവശ്യം തന്നെ വലുതായിട്ടൊരു പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കില്ല ഏത് ബിസിനസ് ഓർഗനൈസേഷൻ, അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ കൊടുക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ചെറിയ ചെറിയ പണിഷ്മെന്റ്. അതെ, ഒരു റെഗുലർലി നമുക്കിവിടെ ജോലിക്കായിട്ട് 9 മണിക്ക് എത്തണം. ഒരാള് ആദ്യത്തെ ദിവസം തന്നെ എന്താ പറയാ, ആൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്യുന്ന 9 മണിക്ക് വരണമെന്ന് പറഞ്ഞത്. അത്ര വലിയ സ്ട്രിക്റ്റ് ആണോ എന്നൊന്നും പുള്ളിക്കാരിയോ അല്ലെങ്കിൽ പുള്ളിക്കാരോ ആരെങ്കിലും, എക്സാമ്പിൾ ആണ്, ഓർത്തില്ല. പെട്ടെന്ന് എത്തിയപ്പോ 9:30 അല്ലെങ്കിൽ 9:15. അപ്പൊ അവിടെ ഒരു കറക്ഷൻ ആണ്. അല്ലാണ്ട് 9 മണിക്കല്ലേ വരണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു വലിയ പണിഷ്മെന്റ് കൊടുക്കും ആൾക്ക്? ഇല്ല, അത് കറക്റ്റ് ചെയ്യാണ്. ആളെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. ഇതല്ല, ഇത് ഇനി പാടില്ല. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇതൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. നമ്മളിവിടെ ടൈം 9 മണിയാണ്. സോ യു ഹാവ് ടു എൻ്റർ ഇൻസൈഡ് അറ്റ് 9, ഷാർപ്പ് 9-ലെങ്കിലും നിങ്ങൾ ഇവിടെ എത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാ എംപ്ലോയീസിനും അത് ഫോളോ ചെയ്യാമെങ്കിലും ഒരാൾക്ക് മാത്രം നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സോ അങ്ങനെ അപ്പൊ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. അത് ചിലപ്പോ അത് കറക്ഷൻ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതാകാം ബിക്കോസ് ഓഫ് വയലേറ്റിംഗ് എനി റൂൾ ഓർ പ്രൊസീജിയർ. ക്ലിയർ ആയല്ലോ? ഗാരി ഡെസ്ലറിന്റെയും ഡെഫിനിഷൻ, 2 ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്യണേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്തത് നമ്മുടെ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ ചില പ്രധാനപ്പെട്ട സ്വഭാവ രീതികളാണ്. എന്തൊക്കെയാണ് ഡിസിപ്ലിൻ കൊണ്ടുള്ള കാര്യങ്ങൾ? ഡിസിപ്ലിന്റെ ഒരു നേച്ചറാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക നിലവാരത്തിലുള്ള പെരുമാറ്റം. നമ്മൾ when we are working in an organization, each and every employees have to follow some standard behavior. ഒരു പ്രത്യേക നിലവാരത്തിലാണ് പെരുമാറേണ്ടത്. നമ്മൾ വീട്ടിൽ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ പെരുമാറുന്ന രീതി അങ്ങനെയൊന്നും പാടില്ല. എവറി ഓർഗനൈസേഷൻ ഹാവ് സം സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എന്താ പറയാ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ചിലപ്പോ ഒന്നിൽ കൂടുതൽ, ചിലപ്പോ എന്താ പറയാ 5-10 ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. അപ്പോ ചില ഓർഗനൈസേഷന് ചില പർട്ടിക്കുലർ 1-2 ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. മാക്സിമം ലാഭം ഉണ്ടാകണമെന്ന് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അല്ലെ? അതേസമയം മാക്സിമം ലാഭം കിട്ടുന്നതോടൊപ്പം മാക്സിമം ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക, ജോലി കൊടുക്കുക, അല്ലെ? നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷൻ സൊസൈറ്റിയിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഗുഡ് വിൽ നേടുന്ന ഒരു ഓർഗനൈസേഷനും ആയി മാറണം എന്ന് ലക്ഷ്യം വെക്കുന്നവരുണ്ട്. മെനി ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഓർഗനൈസേഷൻസിന്റെ ലക്ഷ്യം അവരവരുടെ രീതിയിൽ അവർക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷന്റെ ഈ ഗോൾസ് അല്ലെങ്കിൽ എന്താ പറയാ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ഹാവ് ടു ഫോളോ സം സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അതിന് അവരെന്ത് ചെയ്യണം? എല്ലാ എംപ്ലോയീസും ആ ഓർഗനൈസേഷൻ്റെതായ ചില നിലവാരത്തിലാണ് പെരുമാറേണ്ടത്, അച്ചടക്കങ്ങൾ പാലിക്കേണ്ടത്. വിച്ച് ക്യാൻ ബി അക്വയർഡ് by following a set of code of conduct. അതെങ്ങനെയാണ്? ബൈ കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസ് എങ്ങനെ പെരുമാറണമെന്ന് ഒരു കോഡ്, ഒരു രീതിയുണ്ട്. ആ രീതിനെയാണ് കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. അതായത് ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഡോക്യുമെന്റ് പോലെ. ഇന്ന രീതിയിലാണ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് പ്രവർത്തിക്കേണ്ടത്, ഇത്ര മണിക്ക് വരുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം എങ്ങനെയാണോ അവിടെ എന്താ പറയാ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ എംപ്ലോയീസും ഹൗ ടു ബിഹേവ്,
ഹൗ ടു ആക്ട്, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഡോക്യുമെന്റ് സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാം അവർക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് രൂപത്തില് എവറി എംപ്ലോയീസ് ഹാവ് ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ആ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്ത് ഓർഗനൈസേഷന്റെ ഗോൾസ് ആ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്യുന്നത്. എനിക്കിപ്പോ എന്റെ പെരുമാറ്റ രീതി ആയിരിക്കില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളുടെ പേഴ്സണൽ സൈറ്റ്, അതായത് അവര് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകുന്ന സമയത്ത് പെരുമാറുന്ന രീതി ആവാൻ പാടില്ല ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ when they are on duty, അല്ലെ, ജോലിക്ക് വരുമ്പോ തീർച്ചയായിട്ടും അപ്പോൾ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? Every organization sets certain objectives for the employees to achieve the organizational goals. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എല്ലാ എംപ്ലോയീസും ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്യണം, നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. കാണുന്നില്ല അല്ലെ നോട്ട്? എല്ലാവരുടെയും കയ്യിൽ നോട്ട് ഉണ്ടോ? ഇപ്പൊ ആളെ വിളിക്കണം, അല്ലാതെ ശരിയാവില്ല. ഇവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല. പ്രസന്റേഷൻ 5 മിനിറ്റ് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വരുന്നില്ല. സോ നമുക്ക് ആളെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഒന്ന് വന്ന് നോക്കിയോടെ, പ്രസന്റേഷൻ ശരിയാവണില്ലല്ലോ. പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്ന് വരുമോ? ഹലോ, ശരിയായിട്ടാ? ശരിയായി. നോക്കുന്ന ഓക്കെ, ഇപ്പൊ പ്രസന്റേഷൻ കാണാണ്ടല്ലോ അല്ലേ?
സോ നെക്സ്റ്റ് വൺ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ ഡിസിപ്ലിൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് തന്നെയാണ്. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ it encourage the employees to correct their mistakes or misconduct. അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യാൻ പോകുകയാണെന്ന്, അതായത് നമുക്ക് മനസ്സിലായി, അതായത് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇപ്പൊ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അയ്യോ അത് തെറ്റാണല്ലോ, സോ ഐ കനോട്ട് ഡു ഇറ്റ്, അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉൾബോധ്യം അവർക്ക് വരും അല്ലെ. അതവരെ എന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അത് അങ്ങനെ ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവിയർ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ ഇതിനെ അത് എന്ത് ചെയ്യുക, ഇല്ലാതാക്കും അവിടെ, അങ്ങനെ ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിസിപ്ലിൻ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. കാരണം ദേ നോ ദാറ്റ് വാട്ട് വിൽ ബി ദ ആഫ്റ്റർ ഇഫക്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മിസ്കണ്ടക്ട്. അങ്ങനെ ഒരു മിസ്കണ്ടക്ട് ചെയ്താൽ, മിസ്ബിഹേവ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറിയാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അവർക്ക് അറിയാം. അതിന് പണിഷ്മെന്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് വേഗം തന്നെ പിന്മാറും. അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് മാത്രമേ അത് പറ്റുള്ളൂ. അതേസമയം ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത തോന്നിയ പോലെ പെരുമാറുന്ന എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ അതിനകത്ത് തന്നെ ചെന്ന് ചാടും. എന്നിട്ട് എന്ത് ചെയ്യും, അത് പിടിക്കുമ്പോഴല്ലേ, അത് കുഴപ്പമില്ല, ആ സമയത്തല്ലേ, അങ്ങനെ ചിന്തിക്കില്ല. They will not think it twice. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചോ കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കാതെ അതിൽ പോയി ചാടി കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ, അത് പണിഷ്മെന്റ് ആയിക്കോട്ടെ മറ്റേതും ആയിക്കോട്ടെ, അത് ഏറ്റുവാങ്ങും അല്ലെ. കൂടുതൽ പണിഷ്മെന്റുകൾ, ഒരു പണിഷ്മെന്റ് അല്ല, അത് കുഴപ്പമില്ല. പക്ഷെ പണിഷ്മെന്റുകൾ കൂടുതൽ കിട്ടുമ്പോൾ ആ എംപ്ലോയിക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന പല ഓപ്പർച്യൂണിറ്റീസിന്റെയും വാതിലുകൾ അടയുകയാണ് ചെയ്യുക. That means, for example, if they have some opportunity to get some promotion, അല്ലെ, ചിലപ്പോ ഒരു പ്രൊമോഷൻ കിട്ടേണ്ട വ്യക്തിയാണ്, ഒരുപാട് പ്രാവശ്യം ഇതുപോലുള്ള മിസ്ബിഹേവിയർ ഒക്കെ ചെയ്തു, അതുകൊണ്ട് പല പ്രാവശ്യം പണിഷ്മെന്റ് കിട്ടിയേക്കുന്ന ആൾക്കാണെങ്കിൽ ആ പ്രൊമോഷനുള്ള സാധ്യതയെ, ആ പ്രൊബബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് കൂടിയാണ്. അപ്പൊ ഡിസിപ്ലിന്റെ മറ്റൊരു സ്വഭാവമാണ് അതൊരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ പോയിന്റുകൾ, നേച്ചർ ഓഫ് ഡിസിപ്ലിന്റെ ആ ബോൾഡ് ആയിരിക്കുന്ന പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അങ്ങനെ പിന്നെ വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, ഇങ്ങനെ കൺട്രോളിംഗ് ഫോഴ്സ്. ഈ 6 പോയിന്റ് അതിന്റെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന പോയിന്റുകൾ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്പെഷ്യലി അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. ഇനി നമ്മളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്വഭാവം ഉള്ളതുകൊണ്ട് നെഗറ്റീവ് സ്വഭാവം ഉള്ളതുകൊണ്ട്. ഈ ഡിസിപ്ലിൻ വെൻ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ട് നേച്ചർ ഇതിനുണ്ട്. ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക്കലി. എംപ്ലോയീസ് അവിടെയുള്ള നിയമങ്ങൾ, റൂൾസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വിൽ പ്രൊവൈഡ് എ പോസിറ്റീവ് റെസ്പോൺസ് ടു ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കൊടുക്കുക, വിച്ച് ലീഡ്സ് ടു ദ ഫോം ഓഫ് റിവാർഡ്. അതെന്താണ് ആ പോസിറ്റീവ് ഫോം എന്ന് പറയുന്നത്? എന്താ, ഒരു റിവാർഡ്, എന്തെങ്കിലും പ്രതിഫലം. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താ പറയാ, എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അവരുടെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ എന്താ ഫോളോ ചെയ്യുന്നു. ആ അത്തരം ഫോളോയിങ് എന്താണ് അവരെ റിവാർഡിലേക്ക്, ആ നല്ല രീതിയിലുള്ള പ്രതിഫലത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷേ whereas if they are violating some rules and regulations, അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലോ ഇറ്റ് വിൽ ഗിവ് നെഗറ്റീവ് ഇഫക്റ്റ്. അതെന്താ കൊണ്ടുവരിക, നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോ there will be മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും, അത് ബാക്കി ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റിനെ തടയും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വളരാനുള്ള അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വികസനത്തിന്, പല രീതിയിലുള്ള വികസനത്തിനും തടസ്സമാകും എംപ്ലോയീസിന്റെ. അപ്പൊ അതുകൊണ്ട് പരമാവധി എംപ്ലോയീസ് വെൽ ഡിസിപ്ലിൻഡ് ആകണം ഒരു ഓർഗനൈസേഷനിൽ. ദേ ആർ നോട്ട് ഏബിൾ ടു എന്താ പറയാ വയലേറ്റ് എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു റൂൾസും റെഗുലേഷൻസും എന്താ പറയാ വയലേറ്റ് ചെയ്യാൻ, തെറ്റിക്കാനായിട്ട് ഒരു എംപ്ലോയീസും തയ്യാറാകരുത്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും അതുപോലെ തന്നെ നമ്മളുടെ ബെറ്റർമെന്റിന്, നമ്മുടെ അഡ്വാൻസ്മെന്റിനുള്ള വഴികളുമാണ് അന്നേരം ഇല്ലാതാകുക. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു എ നെഗറ്റീവ് ഇമ്പാക്ട്. അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ആളിൽ ഉണ്ടാക്കുക. ക്ലിയർ ആയോ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. മനസ്സിലായോ? ക്ലിയർ ആണോ? പറയേ. ഓക്കെ, അത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളത് ഫുൾ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തോട്ടാ. പോസിറ്റീവ് ആകുമ്പോ എങ്ങനെയാണ്,
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക് രീതിയിൽ ഫോളോ ചെയ്യുന്നു, പോസിറ്റീവ് റെസ്പോൺസ് ആണ് എംപ്ലോയീസിന് ഉണ്ടാകുക, അത് അവർക്ക് റിവാർഡിന് വഴിതെളിക്കുന്നു, അവർക്ക് ഉള്ള നല്ല പ്രതിഫലത്തിന് വഴിതെളിക്കുന്നു. വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് കൊണ്ടുവരിക. ആൻഡ് ഇറ്റ് ഇഫക്ട് ദ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ് ഓഫ് ദ എംപ്ലോയീസിന്റെ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റിനെ, ഭാവി വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. ഭാവിയിലുണ്ടാകുന്ന വളർച്ചയൊക്കെ അവിടെ ചിലപ്പോ ഇല്ലാണ്ടായി പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ട്. മറ്റു പല കാര്യങ്ങളും നോക്കുമ്പോൾ സാധ്യതകളുള്ള ആളാണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ലെങ്ത് നോക്കി കഴിഞ്ഞപ്പോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ക്വാളിഫിക്കേഷനും ഈ എക്സ്പീരിയൻസിന്റെയും ഒക്കെ ആ ഒരു എന്താ പറയാ മാസും അതുപോലെ ദൈർഘ്യം ഒക്കെ നോക്കുമ്പോൾ ആൾക്ക് പ്രൊമോഷന് നല്ല സാധ്യതയുള്ള ആളാണ്. പക്ഷേ ഈ ആളുടെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബിഹേവിയർ, ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പെരുമാറ്റം എന്താണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത് ഈ പ്രൊമോഷന്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. നാലാമത്തെ പറയാം, നാലാമത്തെ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് ആണ്. വോളണ്ടറി മീൻസ്, വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ടുള്ളത്, സ്വയം അല്ലെ. ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചേൽപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡിസിപ്ലിൻ രണ്ട് രീതിയിലുണ്ട് അല്ലെ. ചില ഡിസിപ്ലിൻ അങ്ങനെയാണ്, നമ്മൾ അടിച്ചേൽപ്പിക്കും. ചിലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. ചില കുട്ടികളൊക്കെ ആയിട്ടോ വീടുകളിൽ നമ്മൾ തന്നെ കുട്ടികളെ തന്നെ ശ്രദ്ധിച്ചാൽ ചില കുട്ടികൾ എവിടെയെങ്കിലും ഒക്കെ മാറിയിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് കൃത്യമായ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു. വീട് അവരുടേതായ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നു അല്ലെ. അതൊക്കെ ഡിസിപ്ലിൻ ആണ്. അത് ആരും പറഞ്ഞു കൊടുക്കാതെ ഒരു ചെറുതിലേക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ ക്ലാസ്സുകളിൽ നിന്ന്, അതായത് അച്ഛനും അമ്മയൊക്കെ മറ്റുള്ളവരൊക്കെ കൊടുക്കുന്ന പാഠങ്ങളിൽ നിന്ന് അവർ പഠിച്ച കാര്യം, അത് വലുതായാലും ഇച്ചിരി വലുതായാലും അവരത് നോക്കിയും കണ്ടും അറിഞ്ഞു ചെയ്യും. അതാണ് വോളണ്ടറി ഡിസിപ്ലിൻ. അപ്പൊ ഓർഗനൈസേഷനിൽ അവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. there are some rules and regulations. if we are following that rules and regulations voluntarily, നമ്മൾ സ്വന്തമായിട്ട് നമ്മളത് നോക്കി കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വളരെ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ, എന്റെ സ്വന്തമായിട്ടുള്ള ഡിസിപ്ലിൻ ആണ്. പക്ഷേ അത് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതേസമയം when the rules and regulations are imposed forcefully, എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണെങ്കിലോ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് imposed ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ കുട്ടികളെ ചില കുട്ടികൾ പറയില്ലേ, ഞാൻ വൈകുന്നേരം വരുമ്പോ ഈ നിങ്ങൾ കഴിക്കുന്ന ക്ലാസ്സൊക്കെ ഇല്ലാതിരിക്കുന്ന ദിവസം കുട്ടികളെ വീട്ടിലുണ്ടാവും. കഴിക്കുന്ന പാത്രങ്ങൾ ഏതൊക്കെ സമയം നിങ്ങൾ കഴിക്കുന്നു അത് അപ്പൊ തന്നെ അങ്ങോട്ട് കഴുകി വെച്ചേക്കാം, ഇവിടെ അവിടെ വലിച്ചു വാരിയിട്ട് വീട്ടിലേക്ക് ഇട്ടേക്കരുത്. അതെല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു, ഫോഴ്സ്ഫുള്ളി നമ്മൾ പറഞ്ഞിട്ട് പോകാണ്. പക്ഷെ ചില കുട്ടികളോട് പറയണ്ട, അവരത് കഴിയുമ്പോൾ അത് അവർ കൃത്യമായി ചെയ്തേക്കും. അത് സെൽഫ് ഡിസിപ്ലിൻ. ഇത് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. ക്ലിയർ ആയോ? രണ്ട് മനസ്സിലായോ? വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ വേഗം പറയണട്ടാ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സമയം കൂടുതലുണ്ടെന്ന് പറഞ്ഞ് രമ്യാമിച്ചിന് ഒരു അവറൊക്കെ ഞാൻ കൊടുത്തിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ നിങ്ങള് പറയണം പെട്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഇനി ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ ആക്കുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ അവകാശമാണ് അല്ലെ. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് തങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് എംപ്ലോയീസ് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് ഹായ് എന്ന് പറയാൻ തോന്നുക എന്ന് വെച്ചാൽ എന്താ, അവിടുത്തെ കസ്റ്റമേഴ്സിനോടുള്ള എന്താ പറയാ ഡീലിങ്സ്, അല്ലെങ്കിൽ അവിടെ നടത്തുന്ന അവിടെ എന്ത് പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്ത് സർവീസ് ആണോ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലോ മാത്രമല്ല, ഹൗ വെൽ ബിഹേവ്ഡ് ആർ ദ എംപ്ലോയീസ് വർക്കിംഗ് ദർ. അവിടെയുള്ള എംപ്ലോയീസ് എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത്, എത്ര നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ ജോലി ചെയ്യുന്ന, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് കൂടി ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് they have to implement more rules and regulations. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസ് നല്ല നല്ല നിയമങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അത് എംപ്ലോയീസിന്റെ നന്മയ്ക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. അത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലെയും മാനേജ്മെന്റ് അവരുടെ അവകാശം പോലെ കൊണ്ടുവരും. ഇവിടെ കുറെ രീതികളൊക്കെ ഉണ്ട്. ഇത് ഫോളോ ചെയ്യാൻ നമ്മളിവിടെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുണ്ടെങ്കിൽ അത് ആ മാനേജ്മെന്റിന്റെ രീതിക്ക് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ അധികാരമുള്ളത് അവകാശമാണ്. അവരുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആകണം, അവർ ഇന്ന രീതിയിൽ ചെയ്യണം അല്ലെ. എന്നാൽ ഇപ്പോ ചിലപ്പോഴൊക്കെ എന്താ പറയാ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോ ചില കോഡ് ഓഫ് കോണ്ടാക്ടുകളൊക്കെ ചിലപ്പോ ചിലർക്ക് എന്താ പറയാ ഇത് അൺഫെയർ ആണ് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആണ്.
അന്യായമാണ്, ഇത് അന്യായമായ കാര്യമല്ലല്ലോ ഇത് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ ഒപ്പോസ്, എംപ്ലോയീസിന് വേണമെങ്കിൽ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ ഒപ്പോസ്. അത്തരം അയ്യോ ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യാം എന്ന് മാനേജ്മെന്റിനോട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടേതായ ഇത് നമുക്ക് പ്രകടിപ്പിക്കാം, അല്ലെ? അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിന് നമുക്ക് തടസ്സമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അവരെ അറിയിക്കാം എന്നുള്ളതാണ്. അത് ഒട്ടും പറ്റാത്ത രീതിയിൽ അൺജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള അത്തരം തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളോ ആണെങ്കിൽ മാത്രം. അതല്ല ഇപ്പൊ ചിലപ്പോ ചില നിയമങ്ങൾ കൊണ്ടുവരാണ്, നിങ്ങൾ എല്ലാ ദിവസവും എന്താ പറയാ രാത്രി 12 മണി വരെ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ എന്താ പറയാ നിയമങ്ങളിൽ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്താ പറയാ ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ അത് എംപ്ലോയീസിന് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ അവർക്കത് എതിർക്കാം. അയ്യോ ഇത്രയും സമയത്ത് ഞങ്ങൾക്ക് പറ്റില്ല, എത്ര രൂപ തരാന്ന് പറഞ്ഞാലും ഇത്രയും സമയം നമ്മൾ ജോലി ചെയ്യാം. ഷിഫ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അല്ലെ? ഇപ്പൊ രാവിലെ വരാൻ പറ്റാതെ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരുണ്ട്. ഷിഫ്റ്റ് ജോലീസ് ഉള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസിലൊക്കെ നഴ്സസിനൊക്കെ ചിലപ്പോഴൊക്കെ ഡേ ആയിരിക്കും, ചിലപ്പോ നൈറ്റ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട് നഴ്സസിനൊക്കെ. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അതല്ല ഒരു ദിവസം 9 മണിക്ക് വന്നിട്ട് രാത്രി 12 മണി വരെ ജോലി ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഇത്ര രൂപ സാലറി തരുള്ളൂ എന്നൊക്കെ പറയുന്നതില് അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ചില ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഒപ്പോസ് ചെയ്യാം. അതല്ലാതെയുള്ള each and every rules and regulations, code of conduct have to be followed by the employees. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാം ഫോളോ ചെയ്യണം എന്നുള്ളത് അത് മാനേജ്മെന്റിന്റെ ഒരു റൈറ്റ് ആണ്, അവകാശം. ക്ലിയർ ആയോ? മനസ്സിലായോ? 4ാമത്തെ പോയിന്റ് വോളണ്ടറി ആൻഡ് ഇമ്പോസിബിൾ ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ വിട്ടുപോയി, അത് അണ്ടർലൈൻ ചെയ്യണേ. 3ഉം 4ഉം പോയിന്റ് ഫുൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ബാക്കിയെല്ലാം പോയിന്റുകളുടെ ഹെഡിങ്. നേച്ചർ ഓഫ് ഡിസിപ്ലിനിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടതാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, പിന്നെ വോളണ്ടറി ഓർ ഇമ്പോസിബിൾ ഇൻ നേച്ചർ, പിന്നെ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺട്രോളിംഗ് ഫോഴ്സ്. ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ. എംപ്ലോയീസിനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ, നിയന്ത്രിച്ചു നിർത്താനും അവരുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ അവരുടെ ആക്ച്വൽ ബിഹേവിയറിനെയൊക്കെ യഥാർത്ഥ സ്വഭാവമൊക്കെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക്. ഇതെന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ ഞാൻ എടുക്കാതിരിക്കുന്നതാ, എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ എന്നൊക്കെ. ആ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാതെ അതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനും ഉള്ള ഒരു കൺട്രോളിംഗ് ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ടെമ്പറൊക്കെ നശിച്ചാൽ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഹൗ വി ബിഹേവ് നമുക്കറിയാമില്ലേ. ചിലപ്പോ ഭയങ്കര ദേഷ്യമൊക്കെ വരുമ്പോ നമ്മളെങ്ങനെ പ്രതികരിക്കുക, കുട്ടികളോടായാലും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടായാലും ആ രീതിയിൽ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് വന്നിട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ്, നമ്മുടെ മാനേജ്മെന്റ്, ഇവരോടൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സ്വഭാവം നമുക്ക് ഇവിടെ പ്രകടമാക്കാൻ പറ്റുമോ? നിങ്ങൾ പറയേ, പറ്റുമോ? ഇല്ലല്ലോ, പറ്റില്ല. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താ? ആ കൺട്രോൾ ചെയ്യുന്നത് എന്താ? നമ്മളത് ഇത് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാ? ഡിസിപ്ലിൻസ്. അത് ഞാൻ പുറത്തെടുക്കുന്നില്ല. ആ ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ഒതുക്കി റെഗുലേറ്റ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഓരോ ദിവസം ചെലുത്തോറും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താകും, ആ കാര്യങ്ങൾ ആ ദേഷ്യത്തെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് അടക്കി പിടിച്ച് നമുക്ക് എന്താകാൻ പറ്റും, പിന്നീട് നമ്മളതൊരു യൂസ്ഡ് ടു ആവും. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആൾക്ക്. ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ നല്ല മാറ്റമുണ്ട്. എന്താ ആ മാറ്റം? കാരണം ഇവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ, നമ്മുടെ ആക്ച്വൽ ബിഹേവിയർ ഒക്കെ മാറി നമ്മളൊരു സ്റ്റാൻഡേർഡ് ബിഹേവിയറൽ പാറ്റേൺ എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ദീസ് ആർ ദ 6 നേച്ചേഴ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ 5 പ്രധാനപ്പെട്ട സ്വഭാവ രീതികൾ, 6 പ്രധാനപ്പെട്ട സ്വഭാവ രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ ലാസ്റ്റത്തെ സെന്റൻസും കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ 3, 4, 6 ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളാണ്. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? എല്ലാ ഓർഗനൈസേഷനിലെയും എംപ്ലോയീസ് ഒക്കെ ഡിസിപ്ലിൻ ആകേണ്ടതിന്റെ ആദ്യത്തെ ലക്ഷ്യം ടു അക്കംപ്ലിഷ് ദ ഗോൾസ്. ഏത് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മനസ്സിലായോ?
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മേ ഹാവ് സെറ്റ് മെനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അത് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ട് ഇറ്റ് മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ എമംഗ് ദ എംപ്ലോയീസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ ആണ് അവര് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഗോൾസ് ഒക്കെ നമുക്ക് എളുപ്പം നേടിയെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ആ സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്ന അതേ പോയിന്റ് തന്നെയാണ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസിപ്ലിൻ. മനസ്സിലായോ? എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ we can easily achieve the organizational goals. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എംപ്ലോയീസ് നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല അച്ചടക്ക സ്വഭാവമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റും. എന്നാൽ എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ്, പക്ഷേ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് അല്ലെങ്കിലോ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തനവും ഇഫക്റ്റീവ് ആകില്ല, എഫിഷ്യന്റ് ആകില്ല. എത്ര ഓർഗനൈസേഷൻ ഒരുപാട് മൂലധനമൊക്കെ മുടക്കി ഒരുപാട് വലിയ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ കെട്ടിപ്പടുക്കി കുറെ എംപ്ലോയീസിനൊക്കെ ജോലി കൊടുത്ത് കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു, കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു, ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയുള്ള കമ്പനി പ്രോഡക്റ്റുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നു. പക്ഷേ അവിടുത്തെ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ വന്നു കയറുന്ന ജോലിക്കാരൊക്കെ എന്താ പറയാ നല്ലവരുണ്ടായിരുന്നവർ പോലും പിന്നീട് കുറെ കഴിയുമ്പോൾ മറ്റു ഒരുപാട് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടി അവരും അൺഡിസിപ്ലിൻഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓർഗനൈസേഷന്റെ അടിത്തറ തന്നെ ഇളകി പോകും അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻസിന്റെ ഫങ്ഷൻസ് ഓപ്പറേഷൻസ് വിൽ നോട്ട് ഇഫക്റ്റീവ്ലി ഓർ എഫിഷ്യന്റ്ലി വർക്ക്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. സോ മാക്സിമം എഫേർട്ട് ഷുഡ് ബി ടേക്കൺ ടു മാനേജ് ഡിസിപ്ലിൻ, ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എന്ത് ചെയ്യണം? ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, മാനേജ് ചെയ്യണം. എന്നാലാണ് ഓർഗനൈസേഷൻ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിനിൽ അതിൽ ആദ്യം വരുന്നതാണ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് രണ്ട് സെന്റൻസ് ആണ്. ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ് the organization cannot work efficiently and effectively. And second sentence, maximum effort should be made by the management to maintain discipline in order to achieve organizational goals. ആ രണ്ട് സെന്റൻസ് കേട്ടാ. ദസ് എന്നതിന്റെ ഇടയിലുണ്ട്, ദസ് വേണ്ട. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്ത പോയിന്റ് പറയട്ടെ. മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. അടുത്തത് എന്താ? എംപ്ലോയീസിനെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കാനും ഡിസിപ്ലിൻ ആവശ്യമാണ്. ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും കൂടുതൽ എംപ്ലോയീസിന് ഉത്തരവാദിത്തം. ഞാനിപ്പോ ഡിസിപ്ലിൻഡ് ആകുമ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻഡ് അല്ലാത്ത, ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, വളരെ എപ്പോഴെങ്കിലും വരുന്നു തോന്നിയ പോലെയൊക്കെ ക്ലാസ്സിൽ കയറുന്നു. ഇന്ന് എനിക്കിപ്പോ കയറാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറാത്തതുകൊണ്ടല്ല കേട്ടോ, വിദ്യാഭ്യാസത്തിന്റെ ക്ലാസ് കൊടുത്തതുകൊണ്ടാ. നിങ്ങൾ എനിക്ക് വെറുതെ അല്ല ടീച്ചർ ക്ലാസ്സിൽ കയറാതിരുന്നേന്ന് ഞാൻ ചിന്തിച്ചാലോ? അല്ലാട്ടോ, ടീച്ചർക്ക് ക്ലാസ് വേണമെന്ന് നിങ്ങൾ ചോദിച്ചു എന്നോട് റിക്വസ്റ്റ് ചെയ്തതോട് കൊടുത്തതാണേ. തോന്നിയ പോലെ ക്ലാസ്സിൽ വരുന്നു, അല്ലെങ്കിൽ ടൈമിങ്ങില് നമുക്കറിയാം 1:30 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്, 1:30 വരാതെ ടീച്ചർ 1:45 വരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഇൻഡിസിപ്ലിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് പറ്റും? അതൊരു എന്താ പറയാ, ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയാ, കൂടുതൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ മറന്ന് കാര്യങ്ങൾ എനിക്കിത് ചെയ്തു തീർക്കണം, ഇന്ന ടോപ്പിക്സ് ഇന്ന് പഠിപ്പിച്ചു തീർക്കണം എന്നൊക്കെ ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വരണുണ്ടെങ്കിൽ അത് ആർക്കാ വരിക? ഡിസിപ്ലിൻഡ് ആകുമ്പോഴാണ്. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക, അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരോട് നമ്മൾ ഉന്തണ്ട തള്ളണ്ട. അവർ വരുമ്പോ അവർ ക്ലാസ് ചെയ്ത് വരുന്നു, അവരവരുടേതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു, പഠിക്കാനിരിക്കേണ്ട സമയം അവർക്ക് പഠിക്കാനിരിക്കുന്നു, അവർക്ക് പഠിക്കണം എന്നുള്ള ബോധ്യം സ്വന്തമായിട്ടുണ്ട്. വോളണ്ടറിലി ഡിസിപ്ലിൻഡ് ആണെങ്കിൽ they will do their duties well. അവരവരുടെ കാര്യങ്ങൾക്ക് കൃത്യമായി ചെയ്യും. അതുപോലെ ഇനി വലിയ ആളുകളാണെങ്കിലും ജോലി ചെയ്യുന്ന സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് to avoid any kind of irresponsible behavior. ഏത് തരത്തിലുള്ള എന്താ പറയാ ഇറസ്പോൺസീവ് ആയിട്ടുള്ള ബിഹേവിയറിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ, എംപ്ലോയീസിന്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഇതുപോലെയുള്ള അച്ചടക്കമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കി ആളുകളെ നല്ല ഉത്തരവാദിത്വം ഉള്ളവരാക്കാനായിട്ട് ഡിസിപ്ലിൻ
ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ ഇഫ് ദ എംപ്ലോയീസ് ആർ ഫോളോയിങ് സച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദേ ആർ ഡിസിപ്ലിൻഡ്, അപ്പൊ അവിടുത്തെ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവർ ഫോളോ ചെയ്യുന്നു, ആൻഡ് ദേ വിൽ ബി മോർ റെസ്പോൺസിബിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകളും അവരവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് ഓർഗനൈസേഷനൊപ്പം നിന്ന് ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യാൻ അവര് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും. അതാണ് ഈ ബിഹേവിയർ, അതായത് നമ്മുടെ ഡിസിപ്ലിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അപ്പൊ കൂടുതൽ എംപ്ലോയീസിനെ റെസ്പോൺസിബിൾ ആക്കുക, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവരെ ചെയ്യിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, അവരെ അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആക്കി മാറ്റുക എന്നുള്ളതൊക്കെ ഡിസിപ്ലിൻ കൊണ്ട് ആണ് സാധിക്കുക. ക്ലിയർ ആയോ? മേക്കിംഗ് എംപ്ലോയീസ് മോർ റെസ്പോൺസിബിൾ. മനസ്സിലായോ? 1, 2 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? കമ്പിടുകൾ 1, 2, 3 പേരുള്ള യെസ്. അപ്പൊ കൂടുതൽ എംപ്ലോയീസിനെ റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാൻ, അതായത് ആവശ്യമായ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ്. ചില എംപ്ലോയീസ് മേ ഹാവ് സം എന്താ പറയാ ബാഡ് ബിഹേവിയേഴ്സ്, ചില മോശം സ്വഭാവ രീതികളൊക്കെ ഉണ്ടായിരിക്കുന്നവരുണ്ടാകാം. ഇപ്പൊ നമ്മള് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അതിലൊക്കെ കുറെ മാറ്റങ്ങൾ വരിക. മനസ്സിലായോ? കാരണം അവിടെ നമുക്ക് വി ഹാവ് ടു ഫോളോ സം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ ആ സ്ഥാപനത്തിന്റേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മളുടേതായ ചില ബാഡ് ബിഹേവിയേഴ്സ് ഒക്കെ നമ്മൾ സ്വയം കൊണ്ട് ഇല്ലാണ്ടാക്കും, മറക്കും. അപ്പൊ അതിനൊക്കെ റെസ്പോൺസിബിൾ ആക്കുന്ന രീതിയിൽ, അതിനൊക്കെ അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എംപ്ലോയീസിനെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വിൽ ഹാവ് ഗുഡ് ടോളറൻസ്. നല്ല അച്ചടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് നമ്മൾക്ക് ഇമോഷണൽ ആകും. നമ്മൾ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെ? വലിയ സന്തോഷ പ്രകടനം ഭയങ്കര ഉച്ചത്തില് പ്രകടിപ്പിക്കുക. പക്ഷെ ബിസിനസ് ഓർഗനൈസേഷനിലാണല്ലോ ഇതിലൊക്കെ ഒരു കൺട്രോളിംഗ് ഉണ്ട്, ഒരു കൺട്രോളിംഗ് ഫോഴ്സ് അവിടെ ഉണ്ട്. നമ്മൾക്ക് അറിയാം, അയ്യോ ഇത് ഇത്രയും വലിയ ഉച്ചത്തിന് നമ്മൾ ചിരിക്കാൻ പാടില്ല, കാരണം ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിൻ്റെതായ അച്ചടക്കം നമ്മൾ പാലിച്ച് ചിരിക്കും, പക്ഷെ എങ്കിലും സൗണ്ട് ഇല്ലാണ്ട് നമുക്കത് ആ പ്രകടനം നമ്മൾ ചെയ്യും, അല്ലെ? അതുപോലെ കരയുകയാണെങ്കിലും അയ്യോ ഒന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ നിന്ന് കരയോ? ഇല്ല, നമുക്കത് സീക്രട്ട് ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കുന്ന ഫീലിങ്സ്, അത്രയും സാഡ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടക്കത്തിൽ നമ്മളത് എന്താ പറയാ കരഞ്ഞ് തീർക്കും. ചിലപ്പോൾ ആരും കാണാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ, ചിലപ്പോ 1, 2 അടുത്തിരിക്കുന്നവർ മാത്രം അറിയുള്ളതൊക്കെ. മനസ്സിലായോ? ദേഷ്യമാണെങ്കിൽ നമ്മൾ വീട്ടിൽ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്ന പോലെ നമ്മളുടേതായ വായിൽ വരുന്ന എന്താ പറയാ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഉപയോഗിച്ച് അവരെ എന്താ പറയാ മനസ്സുകൊണ്ട് മുറിപ്പെടുത്തുന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ സംസാരിക്കുമോ? ഇല്ല. ഇതിനൊക്കെ ഒരു കൺട്രോളിങ് വരുന്നുണ്ട്. അപ്പൊ ബിഹേവിയറൽ ചേഞ്ചസിൽ ഒരുപാട് മാറ്റങ്ങൾ എംപ്ലോയീസിന് വരുത്തുന്ന ഒന്നാണ് ഡിസിപ്ലിൻ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ദേ വിൽ ഹാവ് ഗുഡ് ടോളറൻസ് ലെവൽ. നല്ല സഹനശക്തിയൊക്കെ കിട്ടും. സഹനശക്തിയൊക്കെ പഠിക്കണമെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ജോലി ചെയ്യണം. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ നമുക്കെതിരെ വരുന്ന എന്ത് കാര്യത്തെയും നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലെ? ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തില്, സങ്കടമാണെങ്കിൽ സങ്കടത്തില്, സന്തോഷമാണെങ്കിൽ സങ്കടത്തിൽ നമ്മൾ പ്രതികരിക്കും. പക്ഷെ അവിടെ നമ്മൾ എല്ലാത്തിനും ഒരു കൺട്രോൾ കൊണ്ടുവരും. ആ കൺട്രോൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് സഹനശക്തി, പണ്ടത്താനാണെന്നല്ല കേട്ടോ, ഇപ്പൊ ഞാൻ കുറെ മാറി, ഒരുപാട് സഹിക്കുന്നുണ്ട്, അല്ലെ? ടോളറൻസ് ലെവൽ കൂടുതലായിരിക്കും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പറ്റുള്ളൂ. ആൻഡ് ദേ ക്യാൻ ഓൾസോ ഈസിലി അഡ്ജസ്റ്റ്. എല്ലാവരുമായിട്ട് എപ്പോഴും എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകാനും ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ നിൽക്കാനൊക്കെ ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയി, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എംപ്ലോയീസിന്റെ ബിഹേവിയറൽസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റ് മൂന്നാമത്തെ പോയിന്റിന്റെ സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എന്നൊരു കുഞ്ഞു പാരഗ്രാഫ് കൂടി ഉണ്ട്. സെക്കൻഡ് സെന്റൻസ്, ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഹാവ് എ ഗുഡ് ടോളറൻസ് ലെവൽ and can make easy adjustments easily to achieve the standards of the organization.
So if the organization has some discipline policy, it have to make some constant check on the behavior of the employees. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അവിടുത്തേതായ ഒരു ഡിസിപ്ലിൻ പോളിസി ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഡിസിപ്ലിൻ പോളിസി വെച്ചിട്ട് എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അവർക്കൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, അല്ലെ? അത് നല്ലൊരു ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇഫ് ദർ ഈസ് എൻ ഇഫക്റ്റീവ് ഡിസിപ്ലിൻ പോളിസി ഇൻ ആൻ ഓർഗനൈസേഷൻ, നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷന് ഒരു ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ വളരെ പെർഫോമൻസ് ലെവലൊക്കെ കുറഞ്ഞേക്കണ എംപ്ലോയീസിനൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ അവരെ ഡിസിപ്ലിൻഡ് ആക്കി അവരെ നല്ലൊരു ബെറ്റർ പെർഫോമേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം എംപ്ലോയീസിന്റെ എന്താ പറയാ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. എന്തിന്? എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കുന്നത്. അപ്പൊ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ്മെന്റ് ആണ്. ക്ലിയർ ആയോ? നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ലോ ലെവലിൽ പെർഫോം ചെയ്തിരുന്ന ആൾക്കാരെ ഡിസിപ്ലിൻഡ് ആക്കി നമുക്കൊരു ബെറ്റർ ലെവൽ പെർഫോമർ ആക്കി മാറ്റാനും സാധിക്കുമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ പെർഫോമൻസ് ലെവൽ ഇവരുടെ ഡിസിപ്ലിൻ പോളിസി അനുസരിച്ച് ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്നതിലൂടെ ചില ആളുകൾ ചിലപ്പോ നീ ഇച്ചിരൂടെയൊക്കെ എന്താ പറയാ ഡിസിപ്ലിൻഡ് ആകാനുണ്ട് ഓർഗനൈസേഷന്, നിന്റെ ആ ഒരു പെർഫോമൻസിൽ അത് കാണണ്ട. ഇഫ് യു ആർ ഡിസിപ്ലിൻ, നീ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയാൽ നിനക്ക് നല്ലൊരു പെർഫോമർ ആകാം, നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ തരുന്ന ജോലിയുടെ ഇത്രയും ഭാഗമൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് നല്ല ജോലിക്കാരനാകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ അവരെ കറക്റ്റ് ചെയ്ത് അവരെ മെച്ചപ്പെടുത്താനായിട്ട് നല്ലൊരു പെർഫോമർ ആക്കി മാറ്റാനും ഈ പറയുന്ന എന്താ പറയാ ഡിസിപ്ലിൻ കൊണ്ടാണ് പറ്റുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഏത്? If an effective discipline policy is created by an organization, it can improve the low performers to the company to a better performer and compel them to achieve the organizational goals. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ. അടുത്ത പറയട്ടെ. കൺട്രോളിങ് എംപ്ലോയീസ്. ഇനി എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ, അല്ലെ? ദ മെയിൻ മോട്ടീവ് ഓഫ് ഡിസിപ്ലിൻ പോളിസി. ഡിസിപ്ലിൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം, മോട്ടീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ടു ബ്രിങ് സ്ട്രോങ് കൺട്രോൾ ഓവർ ദം. എംപ്ലോയീസിന്റെ പേരില് നല്ലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയാ. തോന്നിയ പോലെ അഴിച്ചു വിട്ടാലോ? നോക്കിയേ, ഇപ്പൊ വൈകി വരുന്നു, നേരത്തെ ഇറങ്ങി പോകുന്നു, ഇന്ന് കുറച്ച് നേരത്തെ പോകാൻ, വീട്ടിൽ ചെന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞത് നേരത്തെ തോന്നിയ നേരത്തൊക്കെ ഇറങ്ങി പോകുക, ഞാൻ തോന്നിയ നേരത്തെ ഫുഡ് കഴിക്കുക, ഇന്നത്തെ നേരത്തെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സമയം നോക്കുന്നില്ല, നേരത്തെ പോയി ഫുഡ് കഴിക്കുക, അല്ലെ? ജോലിയൊക്കെ പകുതിക്ക് ഇടുക, ബാക്കിയുള്ള നാളെ ചെയ്യാം, ഇന്നത്തെ ഡ്യൂട്ടി തീർക്കാതെ തന്നെ ലീവ് ചെയ്യാം. ഇങ്ങനെ എംപ്ലോയീസിനെ അവരുടെ തോന്നിയ വഴിക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓർഗനൈസേഷൻ വിചാരിക്കുന്നവർക്കൊന്നും കാര്യങ്ങൾ എത്തില്ല. അവരെന്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ നേടിയെടുക്കാൻ വേണ്ടി അവര് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊന്നും ലക്ഷ്യമൊന്നും നേടിയെടുക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ എംപ്ലോയീസിന്റെ മേലെ എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആക്കുമ്പോൾ, അവരെ ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കുറെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിസിപ്ലിൻ പോളിസി ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ എംപ്ലോയീസിന്റെ പേരിൽ ഒരു കൃത്യമായ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ സോ ദ ഹയർ അതോറിറ്റീസ്, അതായത് മുകളിലുള്ള അധികാരികള് അപ്പോ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും എംപ്ലോയീസ് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറിയാൽ ഒരു നല്ല ഡിസിപ്ലിനറി ആക്ഷൻ. ഇതിപ്പോ 2 ദിവസമായിട്ട് പതിവായിട്ട് കാണുന്ന കാഴ്ചയാണ്, നിങ്ങൾ വൈകിയ വരുന്നത്. ഇതിവിടെ പറ്റില്ല. എല്ലാ എംപ്ലോയീസും ഒരുപോലെയാണ് നമുക്ക് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങൾ കൃത്യമായ സമയത്ത് വരണം. മറ്റുള്ളവരത് ചെയ്യുന്നുണ്ടല്ലോ, യു ഹാവ് ടു ഓൾസോ ഡു ദാറ്റ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അവരത് ചെയ്യുന്നത് വീണ്ടും അവർ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഒരു വാർണിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു, അഗെയിൻ ഇഫ് ദേ ആർ റിപ്പീറ്റിംഗ് ദ സെയിം അത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? അപ്പൊ മറ്റുള്ള എംപ്ലോയീസിന്റെ മൈൻഡ്സിൽ ഓട്ടോമാറ്റിക്കലി അവർക്കും ഒരു എന്താ പറയാ പേടി തോന്നും, അല്ലെ? ഇഫ് യു ആർ വയലേറ്റിംഗ് സം സച്ച് റൂൾസ്, നമുക്കും ഇതിന്റെയൊക്കെയുള്ള
ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ വരും അല്ലെ, നമുക്കും ഇതുപോലെ പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ആളുകളുടെ മനസ്സിൽ അത് തോന്നും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇതുപോലെ ഡിസിപ്ലിൻഡ് ആകാനായിട്ട് കമ്പൽ ചെയ്യും. എന്നിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺട്രോളിങ് ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി, അതാണ് ഈ അച്ചടക്ക മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗനൈസേഷനിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഫസ്റ്റ് സെന്റൻസ് ആണ്, ദ മെയിൻ മോട്ടീവ് ഓഫ് ക്രിയേറ്റിംഗ് ഡിസിപ്ലിൻ പോളിസി ഫോർ ദ എംപ്ലോയീസ് ഈസ് ടു ഹാവ് എ സ്ട്രോങ്ങർ കൺട്രോൾ ഓവർ ദം. അവരുടെ മേലെ നല്ലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, yes, and the last one, maintaining cordial relations between the employee and management. Cordial, നല്ല ഒരു ബന്ധം സൃഷ്ടിക്കുക ആര്യമില്. അതായത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഉണ്ടെങ്കിൽ മാനേജ്മെന്റും എംപ്ലോയീസും വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് ഒത്തൊരുമിച്ച് അങ്ങോട്ട് പോകുന്നു. എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആകുമ്പോഴാണ് മാനേജ്മെന്റിന് അവർക്കെതിരെ ആക്ഷൻസ് എടുക്കേണ്ടി വരിക. ആക്ഷൻസ് എടുത്താൽ തീർച്ചയായും എംപ്ലോയീസിന്റെ മനസ്സിൽ എന്തുണ്ടാവും, പിന്നെ മാനേജ്മെന്റിനോടുള്ള ഒരു ചെറിയ വൈരാഗ്യവും അല്ലെ വിദ്വേഷവും ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഒരു നല്ല കോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന് ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ദ ബെസ്റ്റ് തിങ്. അതായത് ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ചില ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ there will be some misunderstanding between the employees and management. ഈ മാനേജ്മെന്റ് എംപ്ലോയീസും തമ്മിൽ ചില എന്താ പറയാ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും ചില ഡിസിപ്ലിൻ പോളിസി ഒക്കെ കേൾക്കുമ്പോ. പക്ഷെ നമ്മള് എന്താ പറയാ ഈ നല്ലൊരു ബന്ധത്തെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ പോളിസിയുടെ എയിം എന്ന് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ട്രസ്റ്റ് എമംഗ് ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനെ വിശ്വസിക്കാനും എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നല്ലൊരു വിശ്വാസം ഉറപ്പിച്ചെടുക്കാനും യൂണിയൻസും എംപ്ലോയീസുമായിട്ട് എല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തൊക്കെ പോകാനും ഒക്കെ ഒരു ഫെയർ ഡിസിപ്ലിൻ പോളിസി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ മാനേജ്മെന്റ്, വർക്കേഴ്സ്, ട്രേഡ് യൂണിയൻസ് ഉണ്ടാവുമല്ലോ, വർക്കേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേര് ട്രേഡ് യൂണിയൻ. അപ്പൊ അവരൊക്കെ തമ്മിൽ ഒരു നല്ല എന്താ പറയാ ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഡിസിപ്ലിൻ പോളിസി ഒരിക്കലും എന്താ പറയാ ഈ ബന്ധത്തെ ഇല്ലാതാക്കാനുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അവർക്ക് ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടുവരാനല്ല ഡിസിപ്ലിൻ പോളിസി ഫ്രെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ എയിം, അതിന്റെ ലക്ഷ്യം ഒരിക്കലും അതല്ല എന്നാണ്. ഓക്കെ, so to maintain cordial relation between employee and the management, disciplinary action is an important thing. ഒരു നല്ല കാര്യമാണ് ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ, അതിൽ നിങ്ങൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. എംപ്ലോയീസും മാനേജ്മെന്റും യൂണിയൻസും ഇടയിൽ നല്ലൊരു വിശ്വാസവും അതുപോലെ തന്നെ നല്ലൊരു ബന്ധവും സ്ഥാപിച്ചെടുക്കാൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും നല്ലൊരു ഡിസിപ്ലിൻ പോളിസി കൂടിയേ തീരും. ഓക്കെ, ഫെയർ ഡിസിപ്ലിൻ പോളിസി ഉണ്ടാവണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്. ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് നേടിയെടുക്കാൻ, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, എംപ്ലോയീസിനെ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ, ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ, പെരുമാറ്റ ചട്ടങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ഓഫ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായിട്ടും, അതുപോലെ തന്നെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാനും ഒക്കെ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. അടുത്ത ഹെഡിങ് നമുക്ക് നോക്കാം, എന്താണ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനെ ഏതൊക്കെ രീതിയിലുള്ളത്? ഒന്ന് പോസിറ്റീവ് ഡിസിപ്ലിൻ, രണ്ട് നെഗറ്റീവ് ഡിസിപ്ലിൻ, മൂന്ന് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, ആൻഡ് അതുള്ളൂ. ഓരോന്നിനും എക്സാമ്പിൾസും ഉണ്ട്, ഓരോരുത്തരും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. മൂന്ന് രീതിയിലാണ്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് പ്രോഗ്രസീവ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് പോസിറ്റീവ് ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞല്ലോ, പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വിച്ച് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്.
to perform their duties in a standard behavior and also achieve organizational goals by following proper code of conduct. ഒരു നല്ല രീതിയിലുള്ള code of conduct ഫോളോ ചെയ്ത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. ആരെ പ്രേരിപ്പിക്കുന്നു? എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അതിനു വേണ്ടിയിട്ട് സ്വയം ഒരുങ്ങുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തുകൂടി വിളിക്കും? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. സ്വയം നമുക്ക് തോന്നി ചെയ്യുന്ന ഡിസിപ്ലിൻ ആണ്. ഓക്കെ, അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഫോർ പ്രോപ്പർ ബിസിനസ് മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞ എംപ്ലോയീസിന്റെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള നല്ല ഫോഴ്സ് കൂടിയാണ്. അപ്പോ പോസിറ്റീവ് ഡിസിപ്ലിനറി റൂൾസ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. നമ്മുടെ എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എംപ്ലോയീസിനെ അവരുടെ ജോലിയിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ എംപ്ലോയീസിന്റെ പോസിറ്റീവ് ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അല്ലാണ്ട് വല്ലവരും നമ്മളെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് കിട്ടില്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വയം വരണം. എനിക്കിത് ഭംഗിയായി ചെയ്യണം, ഞാൻ ഡിസിപ്ലിൻഡ് ആകണം, സമയത്തിന് ചെല്ലണം, സമയത്തിന് എന്റെ ഡ്യൂട്ടി ആരംഭിക്കണം, ആ ഡ്യൂട്ടിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. അന്നേരം എനിക്ക് പല പല കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ഇടയിൽ കൂടി വേറെ സൈഡ് ബിസിനസ് ചെയ്യാൻ പോയാൽ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കില്ല. അപ്പൊ whatever or whenever we are doing, it should be in proper way. അത് കൃത്യമായിട്ട് സമയത്തിന് കൃത്യനിഷ്ഠയോടെ ചെയ്യാനായിട്ട് ആളെ സ്വയം ബോധിപ്പിക്കുന്ന ഒന്ന്. അതാണ് എന്തെന്ന് വിളിക്കുക നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേരുകൊണ്ട് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പോസിറ്റീവ് ഡിസിപ്ലിൻ is the discipline that motivates the employees of the organization to standardize their behavior and achieve organizational goals. അത്ര വരെ മതി. ഓർഗനൈസേഷണൽ ഗോൾസ് വരെ കേട്ടോ. അതിന്റെ കൂടെ അടുത്ത സെന്റൻസ് കൂടി, it can be also called self-imposed discipline. അതിന് self-imposed discipline എന്ന പേരുണ്ട്. അതുകൂടി അണ്ടർലൈൻ ചെയ്യണം. And മൂന്നാമതൊരു സെന്റൻസ് ഉണ്ട്, പോസിറ്റീവ് ഡിസിപ്ലിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഈസിലി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ആൻഡ് ഹെൽപ് ദ എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. മൂന്ന് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പോസിറ്റീവ് ഡിസിപ്ലിന്റെ മറ്റൊരു പേര് അവിടെ ഇട്ടിട്ട് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. മറക്കരുത്, അതൊക്കെ ചോദിക്കേണ്ടതാണ് പരീക്ഷയ്ക്ക്. ഈ ഡെഫിനിഷൻ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. സ്പ്രീറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. സോ അത് നമ്മൾ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. Okay, see you. Thank you. Bye. Thank you. Thank you, Leah.